കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? ഉത്തരം സുഗതകുമാരി. 2025 ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ മലയാളി വനിത? ഉത്തരം പി.ഡി. ഷീന. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി? ഉത്തരം ഗായത്രി സ്പിവാക്. അതിക്രമിച്ചു കടക്കൽ വിശദീകരിച്ചിട്ടുള്ള BNSലെ വകുപ്പ്? ഉത്തരം സെക്ഷൻ 329. IVF സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തിലാദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം ഓസ്ട്രേലിയ. സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചതെന്ന്? ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2023 ജൂലൈ 14. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പോക്സോ. പ്ലാറ്റിനത്തെയും സ്വർണത്തെയും ലയിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകം? പ്ലാറ്റിനത്തെയും സ്വർണത്തെയും ലയിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകം? ഉത്തരം അക്വാറീജിയ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഏത് രാജ്യത്തിനാണ് ലഭിച്ചത്? ഉത്തരം മൗറീഷ്യസ്. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? ഉത്തരം കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം? ഉത്തരം സ്വീഡൻ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്ര? ഉത്തരം 65 വയസ്സ്. സുഗന്ധദ്രവ്യങ്ങളുടെ കൃഷിക്കനുയോജ്യമായ മണ്ണിനമേത്? ഉത്തരം പർവ്വതമണ്ണ്. തലച്ചോറിലെ രണ്ടാമത്തെ വലിയ ഭാഗമേത്? തലച്ചോറിലെ രണ്ടാമത്തെ വലിയ ഭാഗമേത്? ഉത്തരം സെറിബെല്ലം. ശക്തമായ ഭൂമികുലുക്കത്തിന് മുൻപായി ഉണ്ടാകാറുള്ളത് ഏതിനം ശബ്ദമാണ്? ഉത്തരം ഇൻഫ്രാസോണിക് ശബ്ദം. NDPS നിയമം നിലവിൽ വന്നതെന്ന്? NDPS നിയമം നിലവിൽ വന്നതെന്ന്? ഉത്തരം 14 നവംബർ 1985. 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഏറ്റുമുട്ടിയ ടീമുകൾ ഏതെല്ലാം? ഉത്തരം വിദർഭ, കേരളം. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? ഉത്തരം 118. പശ്ചിമഘട്ടത്തിലുള്ള മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം കൃഷ്ണ. നിശ്ചയിച്ചിരുന്ന കാലാവധി പൂർത്തിയാകും മുൻപ് ഇടയ്ക്ക് വെച്ച് നിർത്തിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം 12ാം പദ്ധതി. സംസ്ഥാനത്തെ 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ഉത്തരം VS അച്യുതാനന്ദൻ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? ഉത്തരം 1950 ജനുവരി 26. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം SK പൊറ്റക്കാട്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? ഉത്തരം C കേശവൻ. കേരളത്തിലെ 1ാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം? ഉത്തരം വിമോചന സമരം. ഒരു വിദേശ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ഉത്തരം ശ്രീനാരായണ ഗുരു.
സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ്? ഉത്തരം ശ്രീമൂലം തിരുനാൾ. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം ജമ്മു കാശ്മീർ. 23-ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി.